ഇന്ന് നമ്മുടെ ക്യാഷ് ട്രാൻസാക്ഷൻ കൂടുതലും ബാങ്ക് വഴിയാണ്. ബാങ്കിൽ ചെക്ക് വഴിയാവാം, ബാങ്കിൽ നിന്ന് നേരിട്ടാവാം, അല്ലെങ്കിൽ പേയ്മെൻറ്റ് ആപ്പുകൾ വഴിയാവാം, ഇൻ്റർനെറ്റ് ബാങ്കിങ് വഴിയാവാം. വരവും ചെലവും നമുക്ക് ബാങ്ക് അക്കൗണ്ട് വഴി നടത്താൻ പറ്റും. അത് രേഖപ്പെടുത്താനാണ് ബാങ്ക് റെസിപ്റ്റും ബാങ്ക് പേയ്മെൻറ്റും. അപ്പോൾ ബാങ്ക് റെസിപ്റ്റിലാണ് നമുക്കുള്ള വരവ്, ബാങ്ക് അക്കൗണ്ടിലേക്ക് ഉള്ള വരവിനെ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് റിസീവ്ഡ് ടു എന്നതൊരു ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യാം. നമുക്കിവിടെ ഒരു ടെസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞൊരു അക്കൗണ്ടാണ്. ഒന്നിൽ കൂടുതൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ബാങ്ക്സ് എന്നുള്ള ഗ്രൂപ്പിൽ നമ്മൾ ചേർക്കുന്ന എല്ലാ അക്കൗണ്ടുകളും ഇവിടെ ലിസ്റ്റ് ചെയ്ത് വരും. അതിൽ അക്കൗണ്ട് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ അക്കൗണ്ടിലെ ബാലൻസ് അവിടെ ഷോ ചെയ്യും. പിന്നെ അതിനുശേഷം നമുക്ക് ഏത് അക്കൗണ്ട് നിന്നാണ് ബാങ്കിലേക്ക് പണം വന്നത് എന്നത് സെലക്ട് ചെയ്യാം. അതിപ്പോൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സൺട്രി ക്രെഡിറ്റർ വഴിയോ മറ്റേതെങ്കിലും വഴിയാണ് നമുക്ക് പൈസ വരുന്നതെങ്കിൽ അത് നമുക്കിവിടെ രേഖപ്പെടുത്താം. അത് ആ അക്കൗണ്ടും സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ബാലൻസ് വരും. ഇനി അക്കൗണ്ട് ഇല്ല എങ്കിൽ പുതിയൊരു അക്കൗണ്ട് നമുക്ക് ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ നരേഷൻ ആവശ്യമുണ്ടെങ്കിൽ നരേഷൻ കൊടുത്തതിന് ശേഷം കോസ്റ്റ് സെൻറ്റർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കോസ്റ്റ് സെൻറ്റർ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് സേവ് ചെയ്യാം. അങ്ങനെ സേവ് ചെയ്തിട്ടുള്ള വൗച്ചറുകളെല്ലാം നമുക്ക് വൗച്ചേഴ്സ് ഇന്നത്തെ വൗച്ചർ ലിസ്റ്റിൽ കാണാം. അപ്പോൾ BR ബാങ്ക് റെസിപ്റ്റ് റിസീവ്ഡ് ടു ടെസ്റ്റ് ബാങ്ക് ഫ്രം ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് 1500 എന്ന് കാണാം. അതെടുത്തു കഴിഞ്ഞാൽ അത് എഡിറ്റ് മോഡിലെത്തും. നിങ്ങൾക്ക് അതിൽ ചേഞ്ചസ് വരുത്തി സേവ് ചെയ്യാം, അല്ലെങ്കിൽ PDF പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് കിട്ടും. ഇനി അഥവാ ഈ വൗച്ചർ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യാം.